സ്റ്റുഡൻ്റായി UK വന്ന് ടീച്ചറായി പ്രൊഫഷൻ തുടങ്ങി. ഇപ്പോൾ മലയാളികളിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ഓഫ് സെക്ഷൻ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ ഉള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ നാട്ടിലത്തെ ഒരു ഡീൻ ലെവൽ ഒരു പൊസിഷനാണിത്. അപ്പോൾ നമുക്കിന്ന് ജേണിയെ കുറിച്ച് സംസാരിക്കാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് സംസാരിക്കാം. അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. സോ അപർണ, വെൽക്കം ടു ടൈ അപ്പ്. അപ്പോൾ അപർണ, എങ്ങനെയാണ് അപർണയുടെ ജേണി ഒന്ന് പറയാമോ? ഞാനിവിടെ കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഫോറൻസിക് സയൻസ് പഠിക്കാൻ വേണ്ടി. എൻ്റെ സെക്കൻഡ് മാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫോറൻസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. 2019 സെപ്റ്റംബറിലാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കറക്റ്റ് എൻ്റെ കരിയർ പാത്ത് എനിക്ക് ഉറപ്പായിരുന്നു. അതായത് ഐ വോണ്ടഡ് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ഫാമിലി നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛനമ്മയും ടീച്ചേഴ്സാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്കും ടീച്ചിങ്ങിനോട് തന്നെയായിരുന്നു താല്പര്യമുള്ളത്. അപ്പോൾ ടീച്ചിങ്ങിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം അതായത് ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു പൊസിഷൻ, അത് ആ ഒരു പൊസിഷനിലേക്കായിരുന്നു ഞാൻ എയിം ചെയ്തിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ പാർട്ട് ടൈം ജോലി മുതല് ഞാനതിൽ ബോധേഡ് ആയിരുന്നു. this is what I wanted to do. കോൺഷ്യസ് ആയിട്ടുള്ളൊരു അതാണ് ഇവിടെ പല വരുന്ന സമയത്ത് തന്നെ കിട്ടിയ പാർട്ട് ടൈം ജോലിക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യമോ അങ്ങനെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും നമ്മൾ കിട്ടിയ പാർട്ട് ടൈം ജോലിക്ക് ഒന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്. മക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഹോംസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടുന്ന ജോലികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ജോലികൾക്കും നമ്മൾ പോകും. സ്റ്റുഡൻസ് അതായത് ഏത് ടൈപ്പ് ജോലിയാണ് അപർണ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു പാർട്ട് ടൈം ട്യൂഷൻ ടീച്ചറായിട്ടാണ്. ഇവിടെ ബ്രിക്സ്റ്റണില് പ്രൈം ട്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ പിന്നെ ഒരു ഇതുണ്ട്. അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടുത്തെ റിക്വയർഡ് അല്ലേ? ഇല്ല. അപ്പൊ ട്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ കരിയർ ടു ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അവര് അവിടെ പോകുന്ന സമയത്ത് അവർ മാസ്റ്റേഴ്സ് മാത്രമേ നമ്മളെ അടുത്ത് ചോദിക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആൾക്കാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും, പ്രൈമിൽ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. അതായത് നമ്മളെ പോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണം എന്താ, ഒരു റീസൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോൺവെർസേഷൻ സ്കിൽസ്. നമുക്ക് എങ്ങനെ ഒരു ഐഡിയ ബാക്കിയുള്ളവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. അതാണ് നമ്മൾ ഇന്റർവ്യൂസിലും നമ്മൾ കൂടുതലാക്കുന്നത്. അതെ. അപ്പൊ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഇന്റർവ്യൂവിന് പറ്റിയ? അതായത് ഇപ്പം ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാം എന്നൊക്കെ? ഡെഫിനറ്റ്ലി ട്യൂഷൻ ഇത് ഇന്റർവ്യൂസ് ആണോ, അതായത് പാർട്ട് ടൈം ഇന്റർവ്യൂസ് ആണോ അതോ പ്രൊഫഷണൽ എടുക്കാം? നമുക്ക് നല്ലൊരു കരിയറിലോട്ട് കയറാൻ നമ്മളിപ്പോ ഈ പറഞ്ഞ ടീച്ചിങ് പ്രൊഫഷൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, നമ്മൾ എങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം എന്നുള്ളൊരു? ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ചോദിക്കുമ്പോൾ ടീച്ചിങ് റോൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, സ്കൂൾസ് അല്ലെങ്കിൽ നമ്മുടെ GCSE, A ലെവൽസ്, പിന്നെ സ്കൂൾസ്, ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോളേജുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കോളേജൊക്കെ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കിങ്സ്റ്റൺ കോളേജിലാണ്. അതുപോലെ ഒരുപാട് കോളേജുകൾ ഇവിടെ, റിച്ച്മണ്ട് കോളേജ് ഉണ്ട്, കുറെ കോളേജുകളുണ്ട്. ഈ കോളേജുകൾ പറയുന്ന സമയത്ത് ഒരുവിധം കോളേജുകളിലൊന്നും QTSO PGCO അതായത് അവിടെ എൻറ്റർ ചെയ്യാൻ അവർ ചോദിക്കുന്നില്ല. റിക്വയർമെന്റ് ഉണ്ട് സ്കൂളുകളില്, പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് കോളേജ് വരുന്നത്. എന്നാൽ ഇവിടുത്തെ കോളേജുകളിൽ ബിടെക് കോഴ്സസ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലെ, അതായത് A ലെവലിന് പാരലൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബിടെക്. മോർ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള, അതായത് കൂടുതൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ലാബ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിടെക്കിന് വരുന്നത്. അല്ല, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് വേണ്ടേ? അതായത് അതെനിക്കട്ടെ, ഞാൻ ചോദിക്കണം, അല്ല നമുക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ നമുക്ക് ഇതിലോട്ട് എൻട്രി ലെവൽ വരാനായിട്ട് ഈ ഒരു ജോലികളിൽ ടീച്ചിങ്ങിലേക്ക്? അതിനാണല്ലോ നമ്മൾ ഇനീഷ്യലി പാർട്ട് ടൈം പൊസിഷൻസ് ഒരു ട്യൂഷൻ സെന്ററിൽ പോകുന്നത്. അപ്പൊ ടീച്ചിങ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മുടെ CV-യിൽ UK ടീച്ചിങ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞു. ഇപ്പൊ ട്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഇനീഷ്യലി നമുക്കൊരു അസസ്മെന്റ് തരും. നമ്മുടെ നാട്ടിലൊരു 10ാം ക്ലാസ് +2 കഴിഞ്ഞ ഒരുവിധം ആൾക്കാർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് ആണ്, ഒരു ബേസ് ലെവൽ അസസ്മെന്റ് ആണ്. അപ്പൊ ആ അസസ്മെന്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അടുത്തത് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിൽ നമുക്ക് അവരെ സംസാരിച്ചിട്ട് ഓക്കെ ഇന്ന ആള് ഈ ജോലിക്ക് ആപ്റ്റ് ആണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ജോലി തരും. ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെന്താ ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 10.5 per hour. അതായത് 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 10.5 pounds per hour-നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിങ്ങനെ കൂടി നമ്മള് എന്താ പറയാ, നമ്മുടെ എങ്ങനെയാണോ കുട്ടികൾ നമ്മളെടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, ചില ആൾക്കാർ ചില സ്റ്റുഡൻസ് വരുമ്പം തന്നെ നമ്മളെ അന്വേഷിച്ച് വരും. അപ്പൊ ഒക്കെ നമ്മുടെ കഴിവിനും ഇതിനനുസരിച്ച് കൂടും. പക്ഷെ എന്നാലും 10.5 is not really bad. അങ്ങനെ for starter.
അപ്പൊ പാർട്ട് ടൈം ജോലിയാണ്, 20 hours മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ CV-യിൽ അത് കയറുന്നത് ടീച്ചർ പ്രൊഫഷനാണ്. മനസ്സിലായി. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ PSW എത്തിയെന്ന് വിചാരിക്കും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലാണ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ്. കോഴ്സിന്റെ സമയത്ത് നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 20 hours വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ PSW എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ CV-യിൽ UK എക്സ്പീരിയൻസ് ആയി ടീച്ചിങ്. അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പത്തേക്ക് നമ്മൾ സ്റ്റുഡൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കരിക്കുലത്തിനെ പറ്റി നല്ല ബേസ് ഉണ്ട്. കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കറിയാം. അതായത് ഒരു ടീച്ചർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് നമുക്ക് കിട്ടും, എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കോളേജുകളിലേക്കാണ്. കോളേജുകൾ എന്ന് പറഞ്ഞാൽ QTS അല്ലെങ്കിൽ PGC അവിടെ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല, മാസ്റ്റേഴ്സ് ഉണ്ടോന്നേ ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വേറെ ഉള്ളത് FE കോളേജ്, ഫർദർ എഡ്യൂക്കേഷൻ കോളേജ്. ഇപ്പൊ വെംബ്ലിയില് ലണ്ടൻ സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജ് ഉണ്ട്. അത് 3 യൂണിവേഴ്സിറ്റീസിന്റെ ഉള്ള സ്റ്റുഡൻസിന്, അതായത് ഫർദർ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. അതായത് ലണ്ടൻ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി, ബക്കിംഗ്ഹാംഷയർ യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ. ഈ 3 യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളായിരുന്നു ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത്. അതായത് ഞാൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് പോയത് LSST-ലായിരുന്നു, ഈ വെംബ്ലിയിലുള്ള. അപ്പൊ അവിടെ ഞാൻ അപ്ലൈ ചെയ്തപ്പോ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, സ്റ്റുഡന്റ് വിസയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏത് പൊസിഷനാ അപ്ലൈ ചെയ്തത്? ലെക്ചറർ പൊസിഷൻ. അത് നമ്മളൊരു ലോങ് ഷോട്ട് ആയിരുന്നു, പക്ഷെ അപ്ലൈ ചെയ്തു. അത് ഇതുപോലെ തന്നെ ഇവിടെ UK-യിലുള്ളവര് നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും നമുക്ക് അവർക്ക് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനുമാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട്, ഞാൻ ഇത് പറയാനുള്ള കാരണം ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഞാൻ അവിടെ ജോയിൻ ചെയ്തത്, എനിക്കുള്ള ഡിഗ്രി ഫിസിക്സും ഫോറൻസിക് സയൻസും ആണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ലെക്ചറായിട്ടാണ്. എക്സാക്ട്ലി, എക്സ്ട്രീംലി ഡിഫറെന്റ്. അത് അഗൈൻ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം. എനിക്കിതുണ്ട്, ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ DJ എന്താ ഇന്റർവ്യൂ ടിപ്സ് എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ചുമ്മാ ഒരു എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ എന്താ പറയാ, നമ്മുടെ പേര്, നമ്മുടെ വിലാസം, നമ്മൾ എവിടുന്നാ വരുന്നത്, ഇതൊക്കെ അവർക്ക് അറിയാം. നമ്മൾ എന്താ ചെയ്തതെന്നും അവർക്കറിയാം. നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവർക്ക്, ഇതൊക്കെ നമ്മുടെ CV-യിലുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു 1-2 സെന്റൻസ്, ഇപ്പൊ മൈ നെയിം ഈസ് അപർണ എന്ന് പറഞ്ഞ് തുടങ്ങാം. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ പിന്നെയും പറയണ്ട. നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത് നമുക്ക് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ എന്തുകൊണ്ട് അവരെടുക്കണം, അത് അവർക്ക് അങ്ങ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പകുതി നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. പിന്നെ ക്വാളിഫിക്കേഷൻസും ബാക്കിയൊക്കെ പിന്നെ വരുന്നല്ലോ, അവർ തന്നെ ഓഫർ ചെയ്യും. ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ ഈ കൗൺസിലിന്റെ സ്കൂൾസ് ഉണ്ടാവും. ഈ കോളേജസ് അവിടെ മാറി നിൽക്കട്ടെ, കൗൺസിലിന്റെ സ്കൂളുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും ടീച്ചിങ് അസിസ്റ്റൻസ് ആയിട്ടാണ് കേട്ടോ. അതിനും ഈ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ടൈം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് അഗൈൻ.